പെട്ടെന്നൊരു 4-5 പേര് എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നു. നീ എന്ത് ചെയ്യും? 5 പേരുള്ളൂ? ഇപ്പൊ 5 പേരേ ഉള്ളൂ. ഒരു 10 പേര് വരട്ടെ. നീ എന്ത് ചെയ്യൂന്ന് പറ. എന്നിട്ടെന്താ, ഞാൻ അവരെല്ലാവരെയും ഇടിച്ച് പരിപ്പളക്കും. എന്നിട്ട് 10 പേരിങ്ങനെ ചോരത്തുപ്പി നിലത്ത് കിടക്കുമ്പോ ഞാൻ നിന്നെ പതുക്കെ നിന്നെ കെട്ടിപ്പിടിച്ച് ഒരമ്മ തരും. രണ്ടുപേരും കിട്ടാൻ എന്നടാ ഇവിടെ പരിപാടി? അതെ, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ചേട്ടാ, ഇതെന്റെ ഗേൾഫ്രണ്ട്. പ്രശ്നം ഉണ്ടാക്കല്ലേ, കല്യാണം ഉറപ്പിച്ച. എന്നാ പിന്നെ നിനക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാ പോരടാ. ചേട്ടാ, ഒരു കയ്യബദ്ധം പറ്റിയ ചേട്ടാ. ആണോ മോളെ? അബദ്ധം പറ്റിയതാണോ? ചേട്ടാ പ്ലീസ്, പ്രശ്നം ഉണ്ടാക്കല ചേട്ടാ, പ്ലീസ്. ആശാനെ, മയത്തിൽ മതി, കുട്ടി പേടിച്ചിരിക്കണോണ്ടോ? എന്നാ നീ മയത്തിൽ ചോദിക്ക്. എന്താ ഇവിടെ പരിപാടി? ചേട്ടാ പ്ലീസ്, പ്രശ്നം ഉണ്ടാക്കല ചേട്ടാ, ഇനി ആവർത്തിക്കല ചേട്ടാ. നീ കാണിക്കടാ, ഞങ്ങള് കണ്ണടയ്ക്കാം, നീ കാണിക്ക്. ചേട്ടാ ഒന്ന് പറയാട്ടാ, പ്ലീസ്. ഇവിടാ പോട്ടെ, ഇനി ഇവിടെ കണ്ടുപോരുത്. ഇല്ല ചേട്ടാ. ചേട്ടാ ഞങ്ങൾ പൊക്കോട്ടെ. പൊക്കോ. പോടാ വിട്ടോ ഞാൻ ചേട്ടാ അത് ഡിലീറ്റ് ചെയ്യണേ. പോടാ. ഓ, ഇവനൊക്കെ എവിടെ നിന്ന് കിട്ടണടാ? നല്ല വടി പോത്ത കലക്കം പീസല്ലേ. ചേട്ടാ, ഒരു 2 കൊല്ലം മുന്നേ എടുത്ത ബുക്കാ എന്റെ കയ്യിലായിപ്പോയി. 2 കൊല്ലോ? റൂം ക്ലീൻ ചെയ്തപ്പോ കിട്ടിയതാ. റിട്ടേൺ ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഡാമേജ് വല്ലതും ആയോ? വേറെ വല്ല എടുക്കുന്നുണ്ടോ ബുക്ക്? അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. നിനക്ക് നമ്മളവിടെ അവസാനം വന്ന ഓർമ്മയുണ്ടോ? നമ്മളിവിടെ ഒരുപാട് വട്ടം വന്നിട്ടില്ലേ? അവസാനം വന്നത് ഫസ്റ്റ് കിസ്. ഈ വണ്ടി എപ്പോഴാ തിരിച്ചു കൊടുക്കണ്ടേ? ഒരു 24 മണിക്കൂർ കയ്യിൽ വെക്കാം. ഇപ്പൊ വാടക കിട്ടാത്തായിട്ട് ഒന്നുമില്ലല്ലേ? അങ്ങനെ എല്ലാം വാടകയ്ക്കൊന്നും കിട്ടില്ല. എല്ലാം വാടകയ്ക്ക് കിട്ടാണെങ്കിൽ സുഖായനെ. ഈ വഴി ഓർമ്മയുണ്ടോ? ഇല്ല, ഞാൻ മറന്നുപോയി. ഓ, പണ്ടൊക്കെ എന്ത് ധൈര്യമായിരുന്നു. ഒക്കെ പോയി. പ്രായമാകുന്നതോറും മനുഷ്യർ പേടിത്തൊട്ടന്മാരായി കൊണ്ടിരിക്കാൻ തോന്നുന്നു. അതെ, പ്രായത്തിന്റെ അല്ല, പ്രേമത്തിന്റെ. ഓ, പ്രേമത്തിന്റെ ആണോ? കിരൺ, ഒന്ന് വണ്ടി എടുക്കൂ. എന്താ? നിന്റെ ഈ ദേഷ്യം ഉണ്ടല്ലോ. എനിക്കെന്താ ദേഷ്യപ്പെടാൻ പാടില്ലേ? പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയാണ്, പ്രത്യേകിച്ച് അച്ഛൻ. ആളെ ഇത്ര ഹാപ്പിയായിട്ട് ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല. നീയോ? എന്ത്? നീ ഹാപ്പിയാണോ? ഹാപ്പി അല്ല എന്ന് പറഞ്ഞാ വിശ്വസിക്കോ? നമ്മുടെ ക്ലാസ്സിൽ അഞ്ജലിയായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ?
വല്ലപ്പോഴും വാട്സാപ്പിൽ മെസ്സേജ് അയക്കും. പിന്നെ എല്ലാവരും അവരവരുടെ ലൈഫായിട്ട് ബിസിയല്ലേ. ഐ മിസ് ദോസ് ഡേയ്സ്. ഇപ്പോഴത്തെ പിള്ളേരിൽ കോളേജ് ഒട്ടുമിക്ക പേർക്കും ഓൺലൈൻ ക്ലാസ് എന്നാണ് പറയണത്. ദേ ഹാവ് നോ ഐഡിയ വാട്ട് ദേ ആർ മിസ്സിങ് ഔട്ട്. ശരിയാ, നഷ്ടപ്പെട്ടത് മാത്രമേ എല്ലാവരും മിസ് ചെയ്യുള്ളൂ. അനുഭവിക്കാനുള്ളത് എത്ര വലുതാണെങ്കിലും അതെല്ലാവർക്കും ഒരു കോമഡി ആയിട്ട് തോന്നുള്ളൂ പോലെ അല്ലേ. ഒരുപാട് നേരമായി. ഇനി ലേറ്റായ ബസ് മിസ്സാവും. ഇപ്പം തന്നെ ഒരു 100 മിസ് കോള് വന്നിട്ടുണ്ടാവും. നമുക്ക് ഇറങ്ങിയാലോ? കോളൊന്നും വന്നില്ലല്ലോ. ഫോൺ സ്വിച്ച് ഓഫായി. ഈ വാച്ച് ഇന്നെന്താ സ്പീഡിൽ? നീ അടുത്തുള്ളപ്പം ഇങ്ങനെ ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞല്ലേ? വേണ്ട, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയോണ്ട് സമയം പോകാണ്ടിരിക്കില്ല കേട്ടോ. സമയം ഇങ്ങനെ സ്റ്റക്കായെന്നുള്ളതെന്ന് ആലോചിക്കുക. നമ്മളിൽ നിന്ന് കാണണ്ട. ഹോസ്റ്റലിലേക്ക് പോണേ? എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. നിങ്ങൾ സംസാരിക്കാറില്ലേ? ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പൊ ബെറ്ററായി. നമ്മളുടെ കാര്യങ്ങൾ അവളോട് പറയാറുണ്ടോ? പറഞ്ഞിട്ടില്ല. പറ്റുമോന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും കംഫർട്ടബിൾ ആയാ പറയുമായിരിക്കും. എന്റെ കല്യാണത്തിന് ക്ഷണിക്കണില്ലേ? ഇല്ല. ഞാൻ വരും. വരരുത്, വരരുത്. Bye, Kiran. Thank you for everything. Thank you for the day. എന്നെ മനസ്സിലാക്കിയതിന്. ഇത്രയൊക്കെ ആയിട്ടും എന്നെ വെറുത്തില്ലല്ലോ.